റോ വെക്റ്റർ ആൻഡ് കോളം വെക്റ്റർ എന്താണ്, അതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് നമ്മൾ കണ്ടു. സോ ഈ ഒരു കാര്യം വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യം, പക്ഷേ ഇങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു റീസൺ ഉണ്ടാകും. സോ വെറുതെ ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് ഒരു വെറൈറ്റിക്ക് വേണ്ടി ചെയ്യുന്നതല്ല. എല്ലാത്തിൻ്റെയും പുറകെ ഒരു റീസൺ ഉണ്ടാകും. ചിലപ്പോൾ നമുക്കറിയാം, ചിലപ്പോൾ നമുക്ക് ആ റീസൺ അറിയില്ല. സോ ഈ ഒരു കാര്യത്തിൽ റോ വെക്റ്റർ ഓർ കോളം വെക്റ്റർ റെപ്രസെൻറ്റേഷൻ വരാനായിട്ട് അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് വെക്റ്ററിൽ നമ്മൾ ചെയ്യുന്ന ഓപ്പറേഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഓപ്പറേഷൻസ് ഓൺ ടോപ്പ് ഓഫ് വെക്റ്റർ നമ്മൾ ചെയ്താൽ നമുക്ക് പുതിയൊരു വെക്റ്റർ കിട്ടുന്നു എന്ന് നമ്മൾക്ക് വേണമെങ്കിൽ പറയാം. സോ അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു കാര്യം വരുന്നത്. അത് നമുക്ക് ആ ഒരു പർട്ടിക്കുലർ കൺസെപ്റ്റ് വരുമ്പോൾ നമ്മളിതിനെ റീവിസിറ്റ് ചെയ്ത് ഈ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആക്കുന്നതായിരിക്കും. ഓക്കെ, സോ നമ്മൾ ലീനിയർ ഓൾജിബ്രയിൽ നമ്മൾ കൂടുതൽ സമയവും നമ്മൾ പല ക്ലാസ്സുകളിലും അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ കോളേജസിലൊക്കെ പഠിക്കുന്ന ക്ലാസ്സുകളിൽ പലപ്പോഴും നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നൊരു ടോപ്പിക്കാണ് മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ പലപ്പോഴും റോ ഇൻറ്റു കോളം ആയിട്ട് നമ്മൾ നമ്പേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യും. എന്നിട്ട് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ പഠിക്കാറുണ്ട്, മെട്രിക്സ് ഇൻവേർഷൻ നമ്മൾ പഠിക്കാറുണ്ട്, ഏഗൻ വാല്യൂസ്, ഏഗൻ വെക്ടേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാറുണ്ട്. ഓക്കെ, സോ മെട്രിക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും കീ ആയിട്ടുള്ള ഒരു ഇൻസൈറ്റ് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാതെ പോകുന്നുണ്ട്. ഓക്കെ, അതെന്ന് പറയുന്നത് മെട്രിക്സ് ഇൻറ്റു വെക്റ്റർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ നമുക്കതിൻ്റെ ഒരു യൂഷ്വൽ റൂൾസും കാര്യങ്ങളും ഡെഫിനേഷനും ഒക്കെ ഒന്ന് പറഞ്ഞു പോകുമ്പോൾ നമുക്ക് ആ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആവും. ഇപ്പോൾ എനിക്ക് എ എന്ന് പറയുന്നൊരു മെട്രിക്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ജസ്റ്റ് നമ്പേഴ്സിന് പകരം ഞാൻ ജസ്റ്റ് വേരിയബിൾസ് കൊടുക്കുവാണ്, എ ബി സി ഡി. ഓക്കെ, സോ ദെൻ എനിക്ക് നെക്സ്റ്റ് എക്സ് എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഉണ്ടെന്ന് വിചാരിക്കുക. പക്ഷേ ഈ മെട്രിക്സിന് ലൈക്ക് രണ്ട് കമ്പോണൻസേ ഉള്ളൂ, x0 ആൻഡ് x1. അതായത് ഒരു കോളവും രണ്ട് റോയും ഒരു കോളവുമുള്ള ഒരു മെട്രിക്സ്. സോ സ്പെസിഫിക്കലി അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുമായിട്ട് കണക്ട് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ആക്ച്വലി ഇറ്റ്സ് എ കോളം വെക്റ്റർ. സോ ഇങ്ങനെയൊരു മെട്രിക്സ് ഉണ്ടെങ്കിൽ നമുക്കത് കോളം വെക്റ്റർ കൂടിയാണ്. ഓക്കെ, സോ നമുക്ക് ഈ രണ്ട് രീതിയിലും പറയാം. അതായത് മെട്രിക്സ് എ ഇൻറ്റു മെട്രിക്സ് ബി, മെട്രിക്സ് എക്സ് ആയിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ എന്നും പറയാം. സോ മെട്രിക്സ് എക്സ് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് രണ്ട് റോയും ഒരു സിംഗിൾ കോളവും ഉള്ള മെട്രിക്സ്, അല്ലെങ്കിൽ ഒരു കോളം വെക്റ്റർ എന്നുള്ള രീതിയിലും പറയാം. അല്ലെങ്കിൽ ഒരു മെട്രിക്സ് ഇൻറ്റു വെക്റ്റർ എന്നുള്ള രീതിയിലും പറയാം. ഓക്കെ, സോ എനിവേ ആ ഒരു ഓപ്പറേഷൻ നമുക്ക് എഴുതിയാൽ എങ്ങനെയായിരിക്കും ഇരിക്കുക? സോ നമ്മളിവിടെ ആ ഒരു എക്സ്പാൻഷൻ റോ ഇൻറ്റു കോളം എന്നുള്ള രീതിയിൽ എഴുതി കഴിഞ്ഞാൽ എ ഇൻറ്റു x0 പ്ലസ് ബി ഇൻറ്റു x1 ആയിരിക്കും ആദ്യത്തെ റോയിൽ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ദിസ് റോ ഇൻറ്റു ദിസ് കോളം, അതായത് സി ഇൻറ്റു x0 പ്ലസ് ഡി ഇൻറ്റു x1. സോ ഇവിടെ നമുക്ക് റിസൾട്ടായിട്ട് കിട്ടിയ ഈ ഒരു ആൻസറിങ് മെട്രിക്സ് എന്ന് പറയുന്നതും ഇതുപോലെ തന്നെ ഒരു കോളം വെക്റ്ററാണെന്ന് നമുക്ക് പറയാം. സോ ശരിക്കും യഥാർത്ഥത്തിൽ ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെക്റ്റർ എ എന്ന് പറയുന്നത് മെട്രിക്സ് എ എന്ന് പറയുന്നത് വെക്റ്റർ എക്സിനെ നമ്മൾ ചെയ്യുന്ന ഒരു ട്രാൻസ്ഫോർമേഷനാണ്. ഓക്കെ, സോ ആക്ച്വലി മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ട്രാൻസ്ഫോർമേഷൻ ഓഫ് എ വെക്റ്റർ. ഓക്കെ, സോ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ട്രാൻസ്ഫോർമേഷൻ ഓൺ ടോപ്പ് ഓഫ് എ വെക്റ്റർ. ഓക്കെ, സോ ട്രാൻസ്ഫോർമേഷൻ എന്താണെന്നുള്ളത്, മാത്തമാറ്റിക്കൽ ട്രാൻസ്ഫോംസ് എന്നൊക്കെയുള്ള ഐഡിയാസ് നമ്മൾ ആദ്യത്തെ കുറച്ച് ടോപ്പിക്കുകൾ വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. സോ നമുക്കൊരു സിമ്പിൾ എക്സാമ്പിൾ വെച്ചത് നോക്കാം. സോ സപ്പോസ് എനിക്ക് എക്സ് എന്ന് പറയുന്ന വെക്റ്റർ എന്ന് പറയുന്നത് സപ്പോസ് ഇഫ് മൈ വെക്റ്റർ എക്സ് ഈസ് 1 1. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ബോത്ത് ഈ ഒരു ആൾജിബ്രായിക് ടേംസിൽ എന്താ സംഭവിക്കുന്നത്, അതുപോലെ തന്നെ അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ എന്താ സംഭവിക്കുന്നത് നോക്കാം. സോ ഞാൻ ഈ രണ്ട് കമ്പോണൻസും വരയ്ക്കുവാണ്. സോ 1 1, ദിസ് ഈസ് x0 ആക്സിസ്, ദിസ് ഈസ് x1 ആക്സിസ്. സോ ഈ 1 1 എന്ന് പറയുന്ന പോയിൻ്റ് അല്ലെങ്കിൽ വെക്റ്റർ എവിടെ വരും? സോ ഈ ഒരു പോയിൻ്റ് ആയിരിക്കും വരുന്നത്. സോ ഇൻ ടേംസ് ഓഫ് ആ ആരോ മാർക്കായിട്ട് ഞാൻ വരച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എനിക്ക് വരയ്ക്കാൻ പറ്റും.
സോ അഗെയിൻ ഈ ഒരു ഒറിജിനലായിട്ട് ടൈഡ് അപ്പ് ചെയ്തിട്ടുള്ളൊരു വെക്റ്റർ അല്ല, പക്ഷേ നമുക്കിത് എങ്ങോട്ട് വേണമെങ്കിലും മൂവ് ചെയ്യാം. പക്ഷേ സിമ്പിളായിട്ടൊരു ഐഡിയ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമുക്ക് ഒരു ഫിക്സഡ് പോയിന്റിൽ നമ്മൾ വരയ്ക്കുന്നു. ഓക്കെ, സോ ദിസ് ഈസ് എ 0 0 ഒറിജിൻ. ഇനി ഈ ഒരു വെക്റ്ററിനെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്ന എൻ്റെ മെട്രിക്സ് എ എന്ന് പറയുന്നത് സപ്പോസ് 1 0 0 1 എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ എയും ഡിയും 1ഉം ബിയും സിയും 0 ആയിരിക്കും. സോ ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ വന്നാൽ എങ്ങനെയായിരിക്കും നമുക്കതിൻ്റെ ആൻസർ വരിക? സോ നമുക്ക് ആദ്യം എക്സ്പാൻഡ് ചെയ്ത് തരാം. സോ 1 ഇൻറ്റു 1 പ്ലസ് 0 ഇൻറ്റു 1, താഴെ 0 ഇൻറ്റു 1 പ്ലസ് 1 ഇൻറ്റു 1. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 1 പ്ലസ് 0 0 പ്ലസ് 1. സോ ദിസ് ഈസ് 1 1. സോ നമുക്ക് ഒറിജിനൽ ഉണ്ടായിരുന്ന നമ്മുടെ എക്സ് മെട്രിക്സ് 1 1 ആയിരുന്നു. നമുക്ക് ട്രാൻസ്ഫോം ചെയ്ത് കിട്ടിയ എക്സ് ന്യൂ എന്ന് പറയുന്നത് 1 1 ആണ്. സോ നമ്മുടെ ഒറിജിനൽ വാല്യൂവും ലൈക്ക് നമ്മുടെ ന്യൂ വെക്റ്റർ ഇവിടെ വീണ്ടും വരച്ച് കഴിഞ്ഞാൽ എക്സാക്ട്ലി ഇത് സെയിം വെക്റ്റർ ആയിരിക്കും നമുക്ക് എഗെയിൻ കിട്ടുക. സോ ഈ ഒരു പർട്ടിക്കുലർ മെട്രിക്സ് നമ്മൾ ലൈക്ക് യൂണിറ്റ് മെട്രിക്സ് എന്നൊക്കെ പറഞ്ഞ് പഠിക്കാറുണ്ട്. സോ ബേസിക്കലി അതിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം 1 ആണ്. സോ ഇതെന്താ ചെയ്യുന്നത്? നമ്മൾ ഈ വെക്റ്ററിനെ അതേപോലെ തന്നെ നിലനിർത്തുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ എന്താണ് ഒരു നമ്പറിനെ എനി നമ്പർ 10 എന്ന് പറയുന്ന നമ്പറിനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 10 തന്നെയായിരിക്കും കിട്ടുന്നത്. അതുപോലെ ഏത് നമ്പറിനെയും നമ്മൾ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ സെയിം നമ്പർ തന്നെ കിട്ടും. ഓക്കെ, സോ ഇറ്റ്സ് ലൈക്ക് ആൻ ഐഡൻറ്റിറ്റി വാല്യൂ. സോ ഇവിടെ നമ്മൾ ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്നൊക്കെയുള്ള പേരുകൾ പറയാറുണ്ട്. സോ ആക്ച്വലി ഈ ഒരു സ്പെഷ്യൽ മെട്രിക്സ് ആണ്. ഇത് ഈ വെക്റ്ററിനെ അല്ലെങ്കിൽ എനി വെക്റ്ററിനെ ഒന്നിനും ചെയ്യുന്നില്ല, ആസ് ഇറ്റ് ഈസ് അത് നിലനിർത്തുകയാണ് ചെയ്യുന്നത്. ഒരു ട്രാൻസ്ഫോർമേഷനും അത് കൊണ്ടുവരുന്നില്ല. നേരെ മറിച്ച് ഞാനിവിടെ ഈ പറയുന്ന ഡയഗണൽ എലമെൻറ്റ്സ് 2 2 അതായത് 2 0 0 2 ഇങ്ങനെയായിരുന്നു എൻ്റെ മെട്രിക്സ് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും എനിക്ക് സംഭവിക്കുക? സോ ഇവിടെ 2 ഇൻറ്റു 1 പ്ലസ് 0 ഇൻറ്റു 1, ഇവിടെ 0 ഇൻറ്റു 1 പ്ലസ് 2 ഇൻറ്റു 1. സോ ഐ വിൽ ഗെറ്റ് ഹിയർ 2, ഇവിടെയും 2 കിട്ടും, ദെൻ ഇവിടെ 2 2 എന്ന് കിട്ടും. സോ ഇവിടെ ആക്ച്വലി എന്താണ് സംഭവിച്ചത്? ഇവിടെ നമ്മൾ ആ ഗ്രാഫിക്കലി അതിനെ റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇഫ് ദിസ് ഈസ് മൈ 2 പോയിൻറ്റ്സ്, സോ എൻ്റെ ന്യൂ വെക്റ്റർ എന്ന് പറയുന്നത് സംതിങ് ലൈക്ക് ഇങ്ങനെയായിരിക്കും ഉണ്ടാവും. അതായത് നമ്മുടെ ഒറിജിനൽ മെട്രിക്സ് കുറച്ചും കൂടെ അല്ലെങ്കിൽ ഒറിജിനൽ വെക്റ്റർ അതായത് എക്സ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ എക്സ്പാൻഡായി വലുതാവുകയാണ് ചെയ്തത്. സോ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൂടി. ഓക്കെ, അതിൻ്റെ ആംഗിൾ ചേഞ്ച് ആയിട്ടില്ല, ബട്ട് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൂടി. സോ ഇതുപോലെ തന്നെയാണ്. അപ്പം ഇവിടെ ശരിക്കും പറഞ്ഞാൽ ആ ഒറിജിനൽ വെക്റ്ററിനെ നമ്മൾ സ്കെയിൽ അപ്പ് ചെയ്യുകയാണ് ചെയ്തത്. നേരെ മറിച്ച് നമുക്കിവിടെ 0.5 എന്നായിരുന്നെങ്കിൽ എന്താണ് നമുക്ക് ആക്ച്വലി ഇറ്റ് വിൽ ബി സ്കെയിലിംഗ് ഡൗൺ ദ വെക്റ്റർ. ഓക്കെ, സോ ദിസ് വിൽ ബി ലൈക്ക് 0.5 പൊസിഷൻസ്. സോ നമ്മളിപ്പോൾ എടുത്ത എല്ലാ മെട്രിക്സും സ്പെഷ്യൽ മെട്രിക്സ് ആണ്. അതായത് സിംപ്ലി സ്കെയിലിംഗ് അപ്പ്, സിംപ്ലി സ്കെയിലിംഗ് ഡൗൺ ഓർ ഐഡൻറ്റിറ്റി മെട്രിക്സ്. ഈ 3 കണ്ടീഷൻസാണ് നമ്മൾ ചെയ്തത്. പക്ഷേ നമ്മളുടെ വാല്യൂസും ചേഞ്ച് ആവുന്നതനുസരിച്ച് പല രീതിയിൽ ഈ വെക്റ്ററിന് ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കാം. അതായത് ഇറ്റ് ക്യാൻ ലൈക്ക് മാഗ്നിറ്റ്യൂഡ് വൈസ് അത് ഇൻക്രീസ് ആവാം, മാഗ്നിറ്റ്യൂഡ് വൈസ് ഡിക്രീസ് ആവാം. ഇറ്റ് ക്യാൻ ഹാപ്പൻ ലൈക്ക് ആംഗിൾ ചേഞ്ച് ഉണ്ടാവാം, ലൈക്ക് ഒരു ആംഗിൾ മാത്രം ചേഞ്ച് ചെയ്തിട്ട് മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യാവുന്ന നിൽക്കാം, അല്ലെങ്കിൽ ബോത്ത് ആംഗിൾ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യാം. സോ ഇങ്ങനെ ഒരു അക്ഷരമാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി ഇതിൻ്റെ ഒറിജിനൽ ആംഗിളും ചേഞ്ച് ആയിട്ടുണ്ട്, അതുപോലെ മാഗ്നിറ്റ്യൂഡ് വൈസ് ഷ്രിങ്ക് ആവുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആംഗിൾ ചേഞ്ച് ആയിട്ട് മാഗ്നിറ്റ്യൂഡ് എക്സ്പാൻഡ് ആവുകയും ചെയ്യാം. സോ എല്ലാ കോമ്പിനേഷൻസും പോസിബിളാണ്. സോ ആക്ച്വലി അങ്ങനെ ആംഗിൾ ചേഞ്ച് ആസ് വെൽ ആസ് അതായത് ഡയറക്ഷൻ ചേഞ്ച് ആസ് വെൽ ആസ് മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് വരുന്നതിനെ നമ്മൾ ഷിയറിംഗ് ഓപ്പറേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, സോ കീ ഐഡിയ ഈസ് അതായത് ഒരു കീ ആയിട്ടുള്ള ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഏറ്റവും ടേക്ക് അവേ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് വെക്റ്റർ മൾട്ടിപ്ലിക്കേഷൻ വിത്ത് എ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ആ വെക്റ്ററിൽ നമ്മൾ ചെയ്യുന്ന ചില ട്രാൻസ്ഫോർമേഷൻസ് ആണ്. ഓക്കെ, സോ നമ്മൾ ഈ ഒരു രീതിയിൽ തന്നെ ഇതിനെ മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ,